കമ്മീഷണർ ഇട്ട ആ തൊപ്പി മാത്രം എന്റെ കയ്യിലില്ല. കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ലേ തൊടുപുഴയിൽ. ഗണേഷ് കുമാർ സുരേഷ് ഗോപി എവിടെ കിട്ടിയാലും ട്രോളാൻ നടക്കുന്ന ആളാണ്. കാരണം ഗണേഷ് കുമാറിനെ അങ്ങനെ ഈ ഇടയ്ക്ക് അടുത്ത കാലത്തൊന്നും മന്ത്രി KSRTC മന്ത്രിയായി ഇപ്പൊ കുറെ അങ്ങ് ചെയ്ത് മറിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഗണേഷ് കുമാർ വന്നിട്ട് ഒന്നും നടന്നില്ല. KSRTC ഗണേശ് എന്നല്ല ആര് വിചാരിച്ചാലും രക്ഷപ്പെടാൻ പോകുന്ന ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് ആളാകാൻ കിട്ടിയ അവസരങ്ങളൊന്നും അദ്ദേഹം വെറുതെ കളയാറില്ല. കാരണം ഇനി അടുത്ത തവണ ഇലക്ഷനിൽ നിന്ന് ജയിക്കണമെങ്കിൽ ജനങ്ങളെ താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ ആളാകണമെങ്കിൽ മാസാകണമെങ്കിൽ 10 പേരെ എടുത്തൊന്ന് ട്രോളെങ്കിലും ചെയ്യണമെങ്കിൽ അത് സുരേഷ് ഗോപിയെ കുറിച്ച് എന്തെങ്കിലും പറയണം. അപ്പോ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരത്തിന്റെ സമയത്ത് നോമ്പ് കഞ്ഞി കുടിച്ച ഇയാളെന്ത് നോമ്പ് കഞ്ഞി കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അന്ന് ഗണേഷിന്റെ പറച്ചിലുകൾ. അതിന് കൃത്യമായ മറുപടി ആളുകൾ കൊടുത്തു. ഗണേശ് തന്നെ അവസാനം ചമ്മി നാറേണ്ട അവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും സുരേഷ് ഗോപി ഈ ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പുറത്തു പോകാൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഭയങ്കര സംഭവമായി KUWJ ഇടപെട്ടു. ഒരു കാര്യത്തിലും ഒരു ജേർണലിസ്റ്റുകൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇടപെടാത്ത KUWJ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ അപ്പൊ തന്നെ പ്രമേയമൊക്കെ പാസ്സാക്കി കളയും. അങ്ങനെയാണ് KUWJ. അപ്പോ KUWJ ഇടപെട്ടു. അങ്ങനെ സംഭവങ്ങൾ കുറച്ച് വഷളായി. പക്ഷെ സുരേഷ് ഗോപിയെ ജനങ്ങൾക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത്. തൃശ്ശൂർകാർക്ക് ജയിപ്പിച്ചുവിട്ട തൃശ്ശൂർകാർക്ക് അദ്ദേഹത്തെ കൊണ്ട് ഗുണമുണ്ടോ? അദ്ദേഹം ഒരു വിളി വിളിക്കുമ്പോൾ ഒരു സഹോദരനെ പോലെ ഒരു മകനെ പോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ചേട്ടനെ പോലെ ഒക്കെ ഓടിയെത്തുന്ന ഒരു മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹി. എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം വാരിക്കോരി കൊടുത്ത പണത്തിന്റെ കണക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കിട്ടുന്ന പണം മുഴുവൻ പാവപ്പെട്ടവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒക്കെ അദ്ദേഹം ഇങ്ങനെ കൈ അഴിഞ്ഞ് അദ്ദേഹം സഹായിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി അതിന്റെ പേരിൽ കേസ് നടത്തി യാമിനി തങ്കച്ചിയോട് ചോദിച്ചാൽ അറിയാം അവർ അനുഭവിച്ച വേദനയുടെയും പീഡനത്തിന്റെയും ഒക്കെ കഥകൾ യാമിനി തങ്കച്ചി പറയുന്നതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പൊ ഗണേശ് കിടന്ന ആളാകുമ്പോൾ താൻ ഇരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ താൻ എത്ര യോഗ്യനാണെന്ന് ചിന്തിച്ചിട്ട് വേണം ആളാകാനായിട്ട്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ഒരാളല്ല സുരേഷ് ഗോപി. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്നിടയ്ക്ക് മറക്കാതിരുന്നാൽ നല്ലത്. ഗണേശ് പറയുന്നു കമ്മീഷണറുടെ തൊപ്പി ഭരത് ചന്ദ്രൻ IPS ഇറങ്ങിയപ്പോൾ ആ തൊപ്പി കാറിന്റെ പിൻസീറ്റിൽ വെച്ച് നടന്ന ആളാണ് സുരേഷ് ഗോപി എന്ന്. അപ്പോ സോഷ്യൽ മീഡിയ തിരഞ്ഞിറങ്ങി അത് ഒറിജിനൽ ആണോ അതോ ഗണേശൻ മന്ത്രി കള്ളം പറഞ്ഞതാണോ എന്ന് കിട്ടി. ഗണേശൻ മന്ത്രി പറഞ്ഞത് പച്ച കള്ളമാണ്. ആ തൊപ്പി എവിടെ എന്നുള്ളൊരു ചോദ്യം വരും. ആ തൊപ്പി അദ്ദേഹം കൊടുക്കേണ്ടിടത്ത് കൊടുത്തു എന്നുള്ളതാണ്. അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അദ്ദേഹം പറയുന്ന വീഡിയോ ആ തൊപ്പി എവിടെ പോയി എന്നുള്ളതിന്റെ. ആ തൊപ്പിയുമായി ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. തൊപ്പിയുടെ അവസ്ഥ എന്തെന്ന് ചികഞ്ഞു നോക്കിയവർക്ക് ലഭിച്ചത് മറ്റൊരു കഥ. അതും സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ. കമ്മീഷണർ തൊപ്പി സുരേഷ് ഗോപി നൽകിയത് ഇടുക്കിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായ ഷഫീഖ് എന്ന കുട്ടിക്ക് 2014 സെപ്റ്റംബറിലാണ് ഷഫീഖിന്റെ പിറന്നാൾ. ആ ദിവസമാണ് സുരേഷ് ഗോപി ഷഫീഖിനെ കാണാനെത്തിയതും തൊപ്പി നൽകിയതും. പിറന്നാളിന് സുരേഷ് ഗോപി വരണം എന്നത് ഷഫീഖിന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇത് സുരേഷ് ഗോപി അറിഞ്ഞു. ഇത് അറിഞ്ഞതോടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം തൊടുപുഴയിൽ ഷഫീഖിന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബറിടത്ത് സുരേഷ് ഗോപി ഷഫീഖിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഇപ്പോൾ ആ തൊപ്പിയില്ല. തൊടുപുഴയിൽ രണ്ടാനമ്മയും അച്ഛനും ക്രൂരമർദ്ദനത്തിനിടയാക്കിയ ആ കുഞ്ഞിന് കൊടുത്തു തൊപ്പി. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട മുൻ അനുഭവം വെളിപ്പെടുത്തിയായിരുന്നു ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പിന്നിൽ SP-യുടെ തൊപ്പി വച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി. വർഷങ്ങൾക്ക് മുൻപ് ഭരത് ചന്ദ്രൻ IPS ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വച്ചിരുന്നത്. സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന് പിന്നിൽ വയ്ക്കാറുണ്ട്. അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറെ കാലം SP-യുടെ IPS എന്നെഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വച്ചിരുന്നു. അത് ഗ്ലാസിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വച്ചിരുന്നത്. അത്രയേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പരാമർശം. പക്ഷേ ഗണേഷ് കുമാറിന് ചിലയിടത്തൊക്കെ തെറ്റുപറ്റിപ്പോയി. നിങ്ങളെപ്പോലെ ആകണം എല്ലാവരും എന്നില്ലല്ലോ മന്ത്രി.
കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ആ തൊപ്പി അദ്ദേഹം അന്നത് കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഇന്ന് ഗണേഷ് മന്ത്രിയുടെ കള്ളങ്ങൾ പൊളിഞ്ഞു പാളിസായി എന്നുള്ളതാണ്. ഒരാളോട് നമുക്ക് ഒരുപക്ഷെ രാഷ്ട്രീയമായി വിരോധമുണ്ടാകാം, അത് നമ്മൾ പല രീതിയിലും ഇപ്പോ പ്രകടിപ്പിക്കാം. വി എസ് അച്യുതാനന്ദനൊക്കെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് പരിഹസിച്ചുകൊണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടുമാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിലും മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലേക്കൊന്നും വി എസ് പെരുമാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെയാണ് ഇ കെ നായനാർ. അദ്ദേഹമൊക്കെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് വ്യക്തിപരമായില്ല, രാഷ്ട്രീയപരമായ എതിരാളികളെ നേരിടുന്നത് ചിരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട്, സ്വന്തം പാർട്ടിയെ വിമർശിക്കുമ്പോഴും ആ പരിഹാസവും ആ ചെറിയൊരു കുറ്റപ്പെടുത്തലിന്റെ ലാഞ്ചനയും ഒക്കെ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി നമുക്ക് ആരെയും എന്തും പറയാം, പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ, ആ തൊപ്പിയെ കുറിച്ച് നിങ്ങൾ ആക്ഷേപപൂർവ്വം പറഞ്ഞു, അദ്ദേഹം ആ തൊപ്പി കാറിൽ വെച്ച് നടക്കുന്ന ആളാണ്, അതായത് അത്ര വിവരമേ അദ്ദേഹത്തിനുള്ളൂ അല്ലെങ്കിൽ അത്രേ ഉള്ളൂ എന്നുള്ളതായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ ആ തൊപ്പി അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എപ്പോഴും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആര് എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി എന്ന വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് എപ്പോഴും സുരേഷ് ഗോപിയെ കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ഷഫീഖിനെ കാണാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് 2014 സെപ്റ്റംബറിൽ അദ്ദേഹം ഓടിയെത്തി തൊടുപുഴയിൽ. എന്നിട്ട് ഷഫീഖിന്റെ കൂടെ സമയം ചിലവഴിച്ചു. അതിനുശേഷം ഷഫീഖിന് ആ തൊപ്പി സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോ ഗണേഷ് കുമാർ നമ്മൾ ആദ്യം നല്ലതാണോ, നമുക്ക് മറ്റൊരാളെ പറയാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പോ മാധ്യമ പ്രവർത്തകർ ആർക്കും എതിരെ എന്ത് പറയാം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, ആർക്കെതിരെ നമുക്ക് എന്തും പറയാൻ കഴിയില്ല. ഇപ്പൊ എനിക്കെതിരെ മോശം കമന്റ് ഇടാൻ ഒരാൾക്ക് അധികാരം ഇല്ല, എന്നെ കുറിച്ച് മോശം പറയാൻ ഒരാൾക്ക് അധികാരമില്ല. ഞാൻ പരാതിയുമായി പോയാൽ തീർച്ചയായിട്ടും അയാൾ പെടുക തന്നെ ചെയ്യും. പക്ഷെ നമ്മളതൊക്കെ സംസ്കാരമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സംസ്കാര ശൂന്യത എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ, നമുക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുകളയുന്നതാണ്. പലരും നമ്മളത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നതാണ്. അപ്പോ സുരേഷ് ഗോപി ഇഷ്ടമുള്ളവരുണ്ടാകാം, സുരേഷ് ഗോപി ഇഷ്ടമില്ലാത്തവരുണ്ടാകാം, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ഇഷ്ടമുള്ളവരുണ്ടാകാം. പക്ഷെ ആ സുരേഷ് ഗോപി പ്രദാനം ചെയ്ത പ്രസ്ഥാനം ഇഷ്ടമില്ലാത്തവരുണ്ടാകാം. അങ്ങനെ നിരവധി പേരുണ്ടാകാം. സുരേഷ് ഗോപിക്ക് ജീവിതത്തിലും സിനിമയിലും അദ്ദേഹം അഭിനയിക്കാറില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം റിയൽ ആണ് സിനിമയിലും ജീവിതത്തിലും, അല്ലാതെ റീലല്ല. അദ്ദേഹം റിയൽ ആണ് എല്ലാത്തിലും. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് ക്ഷോഭിക്കുന്നതും പെട്ടെന്ന് കാര്യങ്ങൾ ഇടപെടുന്നതും. ജനങ്ങളോട് പറയാനുള്ള ജനങ്ങളോട് പറയാം. അദ്ദേഹം പോകുന്നിടത്തൊക്കെ മയക്കും കൊണ്ട് ചെന്ന് അദ്ദേഹത്തിന് വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വലിയ വിവാദമാക്കി, വിമർശനമുണ്ടാക്കി, അത് പിന്നെ അന്തിച്ചർച്ചയാക്കി അങ്ങനെ കൊണ്ട് നടക്കാൻ കുറെ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട്. പെണ്ണ് കേസിലൊക്കെ അദ്ദേഹത്തെ പെടുത്താൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഗണേശൻ പഴയ യാമിനി തങ്കച്ചിയുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണും, എന്നിട്ട് സുരേഷ് ഗോപിയെ ട്രോളാനും സുരേഷ് ഗോപിയെ പറയാനും ഒക്കെ വാ. ആദ്യം ഒരു സ്ത്രീ അനുഭവിച്ച വേദന എത്രമാത്രമാണ്, അവരോട് താങ്കൾ കാണിച്ച ക്രൂര പീഡനങ്ങൾ എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ താങ്കൾക്ക് ആരെയും വേദനിപ്പിക്കാനും കഴിയില്ല.